ദൈവം വഴിയൊരുക്കിയല്ലോ. പാസ്റ്ററെ പ്രത്യേകിച്ച് ദൈവനാമത്തിൽ നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥികൾ എന്ന് പറയേണ്ടത് വളരെ ബന്ധപ്പെട്ട് വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് കടന്നു വന്ന ദേവദാസന്മാരെയാണ്. കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് അനേക ദേവദാസന്മാർ കടന്നു വന്നിട്ടുണ്ടല്ലോ. നിങ്ങളെ ഓരോരുത്തരെയും ഓരോ ദൈവത്തെ സ്തുതിക്കുന്നു. ചില ദൂരെ നിന്ന് വന്ന ദേവദാസന്മാരുടെ പേരുകൾ ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. കാസർഗോഡ് നിന്ന് പാസ്റ്റർ ജോൺസൺ ജെയിംസ്, ബ്രദർ രാജു ഐസക്, ഈ പ്രിയ ദേവദാസന്മാരെ കർത്താവിന്റെ നാമത്തിൽ നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൃശ്ശൂരിൽ നിന്ന് പാസ്റ്റർ പി യു ജോർജ് ആൻഡ് ടീം, പ്രിയ ദേവദാസനെയും ആ ടീമിനെയും ദൈവസ്നേഹത്തിൽ എറണാകുളത്ത് നിന്ന് പാസ്റ്റർ ഷാജി സെബാസ്റ്റ്യൻ ആൻഡ് കുടുംബവുമായി വന്നു. പ്രിയ ദേവദാസനെ ഈ കുടുംബത്തെയും നമ്മുടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. ആലപ്പുഴ നിന്ന് പാസ്റ്റർ ഗോപാലകൃഷ്ണൻ കടന്നു വന്നല്ലോ. ദേവദാസനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോട്ടയത്ത് നിന്ന് അഡ്വക്കേറ്റ് ജോണി ജോസ് ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നല്ലോ. പ്രിയ ദേവദാസനെയും ഈ നമ്മുടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തൊടുപുഴയിൽ നിന്ന് ഇവാഞ്ചലിസ്റ്റ് സഹദേവൻ ഈ മീറ്റിംഗിൽ കടന്നു വന്നല്ലോ. പ്രിയ സഹോദരനെ ദൈവസ്നേഹത്തിൽ സ്വാഗതം ചെയ്യുന്നു. മറ്റു നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തുള്ളവരെ പ്രത്യേകിച്ച് നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും കൂടെ ചേർന്നാണല്ലോ ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് അന്ന് കടന്നു വന്നിട്ടുള്ള ദേവദാസൻ പാസ്റ്റർ ജോൺ ലൂക്കോസ് ഉൾപ്പെടെയുള്ള ദേവദാസന്മാർ ഇപ്പോഴുണ്ട്. ശാലി സാറ് എല്ലാവരും ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും പലരും വന്നുകൊണ്ടിരിക്കുന്നു. വന്ന് എത്തിച്ചേരാനുണ്ട്. പാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ ദൂരങ്ങളുള്ളവർക്ക് വരാൻ സാധിച്ചു. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എത്തട്ടെ. ഓരോരുത്തർക്ക് അവരുടെ ബന്ധപ്പാടുകൾ പലതുണ്ടല്ലോ. ദൈവം അവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നാണ് എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പറയുന്ന സ്ഥലത്താണ്. IPC ചർച്ചയോടനുബന്ധിച്ച് വലിയൊരു സഭയിലെ ശുശ്രൂഷനായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഇമ്മാനുവൽ ഗോസ്ബൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ദേവദാസനോട് ചേർന്നും അതുപോലെ ഇപ്രസന്റ് മിനിസ്ട്രിയിലും ജയിലുകളിൽ പോയി ശുശ്രൂഷ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാര്യയും ഒരു മോനുമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.